ഹലോ ഗായ്സ്, ഇന്ന് നമുക്കില്ലേ നല്ലൊരു ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ ബ്രെഡ് ഉണ്ടാക്കിയാലോ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഓവൻ ഉണ്ടെങ്കിൽ സ്പെഷ്യലായിട്ട് നമുക്ക് കുറച്ച് പെട്ടെന്ന് സംഭവം കഴിയും കേട്ടോ. ഓവൻ ഇല്ലെങ്കിലും ഉണ്ടാക്കാം, പക്ഷേ ഓവൻ ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി സ്പീഡിൽ സംഭവം കഴിയും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ചീസി ചിക്കൻ ബ്രെഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ചിക്കൻ ബ്രെഡ് ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് പൊടി കുഴച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് 2.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിത് ഗോതമ്പ് പൊടിയിലും ഉണ്ടാക്കാം. അപ്പോൾ ഗോതമ്പ് പൊടിയാണെങ്കിലും 2.5 കപ്പ് എടുക്കുക, മൈദയാണെങ്കിലും 2.5 കപ്പ് എടുക്കുക കേട്ടോ. ഇനി ഈ 2.5 കപ്പ് മൈദയിലേക്ക് 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈസ്റ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഫ്രഷ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ 2 ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ടയും കൂടി പൊട്ടിച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ 1 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് ബട്ടറാണ്. ഒരു 2 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു ബട്ടർ ഇല്ലെങ്കിൽ ഇതിന് പകരം 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി വേണ്ടത് ഇളം ചൂടുവെള്ളമാണ്. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലൊരു 1/2 കപ്പ് ഒഴിക്കാം. എന്നിട്ട് ഇതുപോലൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് വെള്ളത്തിന് ആവശ്യത്തിനനുസരിച്ചിട്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതുപോലെ കുഴച്ചെടുത്താൽ മതിയാവും കേട്ടോ. അല്ലാണ്ട് മൊത്തം നമ്മൾ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താ പറയുക, ചളി പോലെ ഉണ്ടാവും. കുറേശ്ശെ ആയിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ കേട്ടോ. അപ്പം ഇളം ചൂടുള്ള വെള്ളം തന്നെ എടുക്കണം. ചൂടുള്ള വെള്ളത്തിന് പകരം നമുക്ക് പാൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത്രയൊന്നും എന്താ പറയുക ബിൽഡപ്പും ഒന്നും കൊടുക്കുന്നില്ല. സാധാരണ ചൂടുവെള്ളം മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു കുഴച്ചെടുക്കുന്ന ഇതാണ് നമ്മുടെ ആ ഒരു ബ്രെഡിൻ്റെ കൺസിസ്റ്റൻസി വരിക. അപ്പോൾ ഒരു 10-12 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് നല്ലൊരു ഡോ ആയിട്ട് കിട്ടും കേട്ടോ. ഇനി ഇതാ ഞാനിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ പെർമനൻ്റ് ആകുന്ന സമയത്ത് അതിൻ്റെ മേൽഭാഗം ഒന്ന് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ്. എന്നിട്ടിത് മൂടി വെച്ചിട്ട് ഒരു 2.5 മണിക്കൂർ നമുക്കിത് പെർമനൻ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ചിക്കൻ്റെ മസാല തയ്യാറാക്കണം. അപ്പോൾ ഒരു 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ആണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ മിക്സീൻ്റെ ചെറിയ ജാറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ഇതുപോലെ ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ്റെ കീമ ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും കേട്ടോ. ഞാനിപ്പം നമ്മൾ സാധാരണ ചിക്കന് മിക്സിയുടെ ചെറിയ ജാറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. 300 ഗ്രാമാണ് കേട്ടോ. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ടൊരു 3 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ സവാള അത്യാവശ്യം വാടണം. അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനിയിപ്പോൾ പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആ സവാളൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ സവാളൻ്റെ കളറ് ഏകദേശം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സായി കൊടുക്കണം. നമ്മളെ ആ ഒരു സവാളയും ചിക്കനും കൂടി നല്ല പോലെ ഒന്ന് മിക്സായി കൊടുക്കട്ടോ. അതിനുശേഷം നമുക്കിതിലോട്ട് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കണം. ഏത് കളറ് ക്യാപ്സിക്കം വേണമെങ്കിലും ചേർക്കട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ റെഡ് കളറാണുള്ളത്. അതും ഒന്ന് മൊത്തം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ചോപ്പ് ചെയ്യുന്നില്ലെങ്കിൽ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ക്യാപ്സിക്കാണ് മൊത്തം. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പൊടികളായിട്ട് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പൗഡറും ചേർത്തിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ എരിവുള്ള മുളക് പൊടി ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതിയാവും കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ആ ഒരു ചിക്കനും ഉള്ളിയും ക്യാപ്സിക്കവും മസാലപ്പൊടികളും ഒക്കെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. അതിനുശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ വേവിക്കണം കേട്ടോ ആ ഒരു ചിക്കന്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാലോ ഞാനിപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വേവിക്കാൻ. ഒരു 15 മിനിറ്റ് ആയാലോ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും മൂടി വെക്കാം. അങ്ങനെ ഒരു 2-3 തവണ ഞാനിപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 20 മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കൻ മസാല നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇവ രണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഈ ഒരു ചിക്കൻ മസാലേൻ്റെ പ്രത്യേകത നല്ല ഫ്ലേവറാണ് ഇത് കഴിക്കുക. സാധാരണ നമ്മൾ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സംഭവങ്ങളല്ലേ, അതിൻ്റെ ആ ഒരു ഫ്ലേവറാണ് ഈ ഒരു മസാല കേട്ടോ. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ ഒറിഗാനോ ആണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പിടി മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി, അതായത് 1 നുള്ള് എന്നെല്ലാം പറയുന്നില്ലേ, ഗരം മസാല പൗഡർ, അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലെല്ലാം നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സായി കൊടുക്കാം കേട്ടോ. ഈ ഒരു മസാല എന്ന് പറയുന്നതല്ല, നമുക്ക് ചിക്കൻ്റെ കഷ്ണങ്ങൾ അങ്ങനെ വേണ്ട, എല്ലാം ഒരു പേസ്റ്റ് രൂപത്തിലായി കിട്ടിയാൽ മതിയാവും കേട്ടോ. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിനെ. അപ്പോൾ ഈ മസാല നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഫില്ലിങ്ങിൽ വെച്ച് കൊടുക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ തന്നെ 2.5 മണിക്കൂർ പെർമനൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. മാവെല്ലാം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഈ മാവ് നമുക്ക് നന്നായിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഈ ഒരു പൊന്തിയ മാവിൽ ഇതുപോലെ ഇങ്ങനെ ഹോൾസ് ആക്കി എടുക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമുക്കിതാ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം മാവ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്തായാലും ചെയ്ത് കൊടുക്കണം. നമ്മൾ കുഴച്ച മാവിനെ വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്കിതൊരു ഓവലിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് സംഭവം കഴിയും, വലിയ പണിയൊന്നുമില്ല. ഈ ഒരു ഷേപ്പിൽ നമുക്ക് പരത്തി കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഷേപ്പല്ല വേണ്ടേ, ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് വേണമെങ്കിൽ ആ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓവലിൻ്റെ ഷേപ്പിൽ ഞാനിപ്പോൾ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പരത്തിയ മാവ് ഞാനിപ്പോൾ ബേക്കിംഗ് ട്രേയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബേക്കിംഗ് ട്രേയിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേറെ ബട്ടർ പേപ്പർ ഒന്നും ഞാൻ വെച്ച് കൊടുത്തിട്ടില്ല. ഡയറക്റ്റ് ആ ഒരു മാവ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ, ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നടുഭാഗത്തായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചുറ്റുമല്ല, നടുഭാഗത്തായിട്ടാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾക്ക് കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. സൈഡെല്ലാം നമ്മുടെ മീനിനെല്ലാം വരയൂലേ, അതേപോലെ ജസ്റ്റ് സൈഡെല്ലാം ഒന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. നമ്മൾ പറയുമ്പോൾ സംഭവം ഈസി ആണെങ്കിലും കുറച്ച് കഷ്ടപ്പാടുണ്ട്, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഉണ്ടാക്കിയെടുത്തതിനെ പൊളിയായിട്ടാട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ഒരു മസാലേൻ്റെ മേലയിൽ നമുക്ക് മൊസറല്ല ചീസ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ചധികം തന്നെ ചീസ് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാട്ടോ ഇത് കഴിക്കുമ്പോൾ. അപ്പോൾ ചീസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലേ, പക്ഷേ ഈ ഒരു ചീസും കൂടി ഇടുമ്പോൾ ഭയങ്കര ടേസ്റ്റാട്ടോ. അപ്പോൾ ചീസും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു നമ്മൾ വരഞ്ഞ ഭാഗമില്ലേ, അപ്പോൾ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇത്രേ പണിയുള്ളൂ. വളരെ വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. പക്ഷേ ഈ ഒരു പെർമനൻ്റ് ആകുന്ന സമയവും ഓവനെല്ലാം ഉണ്ടെങ്കിൽ വേഗമാകും. അല്ലാണ്ട് നമ്മൾ ഓവനില്ലാണ്ട് ഇത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്തായാലും 1 മണിക്കൂർ നമ്മളിത് ബേക്ക് ചെയ്യാൻ എടുക്കും കേട്ടോ. പിന്നെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, 1 മണിക്കൂർ എടുക്കും. നമ്മളിപ്പോൾ ഓവനിലാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ
170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ നമുക്കൊരു 30 മിനിറ്റ് 160ൽ ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു മുട്ട നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. അതിനുശേഷം ഒരു ബ്രഷ് വെച്ചിട്ട് ഇതിൻ്റെ മേലേൽ ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലൊരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിലോട്ട് വൈറ്റ് എള്ളില്ലേ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. മേലിൽ ഇതുപോലെ ഒന്ന് വെതറി കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ വൈറ്റ് എള്ളില്ലെങ്കിൽ ബ്ലാക്ക് കളർ എള്ളായാലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 160ൽ 30 മിനിറ്റ് ഞാനിപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബേക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാലും ഈ ഒരു എന്താ പറയുക കോലത്തിലാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാനിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഇപ്പോൾ OTG ഓവനാണ്, മോർഫി റിച്ചാർഡിൻ്റെ. അപ്പോൾ അതിലാണ് 160ൽ ഞാനിപ്പോൾ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ചൂടോടുകൂടി തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. ആ ഒരു ചീസൊക്കെ മെൽറ്റ് ചെയ്തല്ലേ. അപ്പോൾ നല്ല മൂർച്ചുള്ളൊരു കത്തി എടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഓരോ ലെയറായിട്ട് ഇങ്ങനെ കുറച്ചായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടോ, നടുക്ക് ആ ഒരു ഫില്ലിങ്ങും പുറത്ത് നല്ല ബ്രെഡിൻ്റെ ആ ഒരു ഇതും നല്ല ടേസ്റ്റായിട്ട് ഇത് കഴിക്കാൻ. എന്താ പറയുക, നമ്മൾ ബേക്കറിയിൽ നിന്നെല്ലാം കിട്ടുന്നില്ലേ, അതിനെക്കാട്ടും ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കാനും കഴിക്കാനും. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണേ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് സക്സസ് ആവും. എനിക്കുണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം മനൂസ് വേൾഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.